നമസ്കാരം. പഠനത്തിലും കായിക രംഗത്തും ഒരുപോലെ തിളങ്ങി നിന്നവർ, ഹോസ്റ്റൽ മുറികളിലും കളിക്കളങ്ങളിലും എന്നും ചിരിച്ച മുഖത്തോടെ മാത്രം കണ്ടിരുന്നവർ. എന്തായിരുന്നു ജീവനെടുക്കാൻ മാത്രം അവരെ അലട്ടിയിരുന്ന പ്രശ്നം? പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അപ്രതീക്ഷിത വേർപാട് താങ്ങാനാകാത്ത നടുക്കത്തിലാണ് കൊല്ലം സായിയിലെ കായിക താരങ്ങൾ. ബുധനാഴ്ച നടന്ന കബഡി മത്സരത്തിൽ വിജയിച്ച് ആവേശത്തോടെ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയവർ വ്യാഴാഴ്ച പുലർച്ചെ നിശ്ചലരായി മാറിയ വാർത്ത വിശ്വസിക്കാനാകാതെ വിതുമ്പുകയാണ് ഇവിടം. മണിക്കൂറുകൾക്ക് മുൻപ് വരെ തങ്ങളോട് തമാശകൾ പങ്കുവച്ച പ്രിയ സുഹൃത്തുക്കളുടെ വിയോഗം കണ്ടുനിന്ന ആരുടെയും കരളലിയിക്കുന്ന ദൃശ്യമായിരുന്നു സായി ഹോസ്റ്റലിലേത്. കായിക കേരളത്തെ നടുക്കി കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിന് സമീപത്തെ സായി ഹോസ്റ്റലിൽ 2 പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. തിരുവനന്തപുരം സ്വദേശിനിയും കബഡി താരവുമായ വൈഷ്ണവി, കോഴിക്കോട് സ്വദേശിനിയും അത്ലറ്റിക് താരവുമായ സാന്ദ്ര എന്നിവരാണ് ജീവിതം അവസാനിപ്പിച്ചത്. കല്ലുവാതിക്കലിൽ നടന്ന കബഡി മത്സരത്തിൽ വിജയിച്ച് മണിക്കൂറുകൾക്കകമാണ് ഇരുവരും ദാരുണമായ അന്ത്യം വരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിക്ക് പതിവ് പരിശീലനത്തിന് സമയമായിട്ടും ഇരുവരെയും മൈതാനത്ത് കണ്ടില്ല. തുടർന്ന് സാന്ദ്രയുടെ മുറിയിൽ അന്വേഷിച്ചെത്തിയ അധികൃതർ വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ കണ്ടെത്തി. വാതിൽ ബലം പ്രയോഗിച്ചു തുറന്നപ്പോൾ കണ്ടത് 2 ഫാനുകളിലായി പുതപ്പിൽ തൂങ്ങി നിൽക്കുന്ന 2 കൗമാരക്കാരെയുമാണ്. ബുധനാഴ്ച നടന്ന കബഡി ടൂർണമെന്റിൽ വൈഷ്ണവിയുടെ ടീം വിജയിച്ചിരുന്നു. രാത്രി 10:30 വീട്ടുകാരെ വിളിച്ച് താൻ വിജയിച്ച വിവരം വൈഷ്ണവി സന്തോഷത്തോടെ പങ്കുവെക്കുകയും ചെയ്തു. യാതൊരുവിധ അസ്വാഭാവികതയും അപ്പോൾ ഉണ്ടായിരുന്നില്ലെന്നാണ് പിതാവ് വേണു പറയുന്നത്. സാന്ദ്രയും കഴിഞ്ഞ അത്ലറ്റിക് മീറ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം കൂടിയായിരുന്നു. മരിച്ച ഇരുവരുടെയും പോക്കറ്റുകളിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എന്നാൽ എന്താണ് കുറിപ്പിലെ വിവരങ്ങളെന്ന് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കുറിപ്പിലെ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റൽ വാർഡൻ, മറ്റ് അന്തേവാസികൾ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരും സിറ്റി പോലീസ് കമ്മീഷണറും സ്ഥലത്തെത്തി വിശദമായ പരിശോധനയും നടത്തി. വൈഷ്ണവിയുടെ മുറി താഴത്തെ നിലയിലും സാന്ദ്രയുടെ മുറി 3ാം നിലയിലുമാണ്. പുലർച്ചെ 5-ന് പരിശീലനം ആരംഭിച്ചപ്പോൾ വൈഷ്ണവിയും സാന്ദ്രയും എത്തിയിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കൊല്ലം NS ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വൈഷ്ണവി. ഇതേ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് സാന്ദ്ര. സാന്ദ്ര സ്പ്രിന്റ് താരവും വൈഷ്ണവി കബഡി ജില്ലാ ടീം അംഗവുമാണ്. വൈഷ്ണവിയുടെ ബന്ധുക്കൾ രാവിലെ തന്നെ സായിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഇവരെ ആശ്വസിപ്പിക്കാൻ പോലും കരുത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു മറ്റുള്ളവർ. പുലർച്ചെ വാർത്ത പുറത്തു വന്നതോടെ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ സായിയുടെ ഹോസ്റ്റലിന് മുന്നിൽ ജനക്കൂട്ടം നിറയുകയും ചെയ്തു. വിവരമറിഞ്ഞെത്തിയവരെ ഉള്ളിലേക്ക് കടത്തിവിടാത്തത് വലിയ തർക്കങ്ങൾക്കും കാരണമായി. കുട്ടികളുടെ മരണത്തിന് പിന്നിൽ ഹോസ്റ്റൽ അധികൃതരുടെ പീഡനമാണെന്ന ആരോപണവുമായി ഒളിമ്പ്യൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ മോശം പെരുമാറ്റമാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുന്നതെന്നും മുൻപും സായി കേന്ദ്രത്തിൽ സമാനമായ രീതിയിൽ ആത്മഹത്യകൾ നടന്നിട്ടുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. സംഭവം ദൗർഭാഗ്യകരമാണെന്ന് ശിശുക്ഷേമ സമിതി വിലയിരുത്തി. ഹോസ്റ്റലിലെ മറ്റു കുട്ടികൾ മാനസികമായി തളരാതിരിക്കാൻ സമിതിയുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി D. ഷൈൻദേവ് അറിയിച്ചിട്ടുണ്ട്. CPM ജില്ലാ നേതാക്കളും സ്പോർട്സ് കൗൺസിൽ പ്രതിനിധികളും സ്ഥലത്തെത്തി സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈഷ്ണവിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സാന്ദ്രയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തിയാകും. സായി റീജിയണൽ ഡയറക്ടർ വിഷ്ണു സുധാകരൻ സ്ഥലത്തെത്തി മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്താനാണ് ഒരുങ്ങുന്നത്. വിവരം അറിഞ്ഞയുടൻ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി മുറി സീൽ ചെയ്തു. തുടർന്ന് കൊല്ലം റൂറലിൽ നിന്നുൾപ്പെടെ ഫോറൻസിക് വിദഗ്ധരെത്തി വിശദ പരിശോധനയും നടത്തി. വിദ്യാർത്ഥികളിൽ നിന്നുൾപ്പെടെ പ്രാഥമികമായ വിവരങ്ങളും ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നും ഈസ്റ്റ് പോലീസ് വ്യക്തമാക്കി.